ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഈ ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചു. ഫംഗ്ഷൻസ് എങ്ങനെയാണ് എഴുതുന്നതെന്നും, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് എഴുതുന്നതെന്നും അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നും അതിൻ്റെ സിൻടാക്സും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന അപ്രോച്ചിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഈ സി പ്രോഗ്രാമിങ്ങും C++ എന്ന ലാംഗ്വേജും ഒക്കെ ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന അപ്രോച്ചിലാണ് ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർസും മൊബൈൽ ഫോൺസുള്ള ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും ഒക്കെ പ്രോഗ്രാം ചെയ്തെടുക്കുന്നത് ഈ ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന അപ്രോച്ച് ബേസ് ചെയ്താണ്. ഇതൊരു അപ്രോച്ചാണ്. ഈ നമ്മുടെ വെബ്സൈറ്റ്സും മൊബൈൽ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് PC-യിലുള്ള ആപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാക്കുക, ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ വലിയ പ്രോഗ്രാംസ് ആണ്. അതായത് മേ ബി ലാക്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് ആ പ്രോഗ്രാമിൽ കാണും. വെബ്സൈറ്റ് ഉണ്ടാക്കാനായിരുന്നാലും സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ആക്ച്വൽ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് പേജസ് ചിലപ്പം കാണും, ലാക്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് എല്ലാം കാണും. അപ്പോൾ ഈ കോഡ്സ് ഒക്കെ ഇത്രമാത്രം ലൈൻസ് ഓഫ് കോഡ്സ് എല്ലാം കൂടെ ഒറ്റ പ്രോഗ്രാമിൽ ഒറ്റ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളും അല്ല, പ്രാക്ടിക്കലി നല്ലതും അല്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം എന്തെങ്കിലും എറർ സംഭവിച്ചാൽ ഈ ആയിരക്കണക്കിന് പേജസ് ഉള്ള അല്ലെങ്കിൽ ലാക്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സിൽ ഏത് ലൈനിലാണ് എറർ ഉണ്ടായത് എന്നൊന്നും കണ്ടുപിടിക്കാനൊന്നും സാധിക്കത്തില്ല. മാത്രമല്ല, ഇത്രയും ലാർജ് കോഡ്സ് എന്നുള്ള ഒരു 10-20 പേര് ചേർന്ന് 10-20 അല്ലെങ്കിൽ 50-100 പ്രോഗ്രാമേഴ്സ് ചേർന്നായിരിക്കും ഈ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം വർക്ക് അലോട്ട് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ 50 പേര് അല്ലെങ്കിൽ 100 പേര് ഒരുമിച്ചിരുന്ന് പ്രോഗ്രാം എഴുതാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന ഇതൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് വരും. എല്ലാം കൂടെ ഒറ്റ മെയിൻ ഫംഗ്ഷനിലാണ് ഈ പ്രോഗ്രാം എല്ലാം കൂടെ എഴുതുന്നത് എങ്കിൽ. അപ്പം അതുകൊണ്ട് ഈ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട്, ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലോക്ക് ഓഫ് കമാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഇവർ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുന്നത്. അതായത് ചെറിയ ചെറിയ മോഡ്യൂളായിട്ട് ഈ മൊത്തം പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്തായിരിക്കും അവർ ഈ പ്രോഗ്രാമിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ആ ഒരു രീതിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ട ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ, ഈ ഒരു മെയിൻ ഫംഗ്ഷനും അതിനെ കണക്ട് ചെയ്യുന്ന ചെറിയ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 2 എണ്ണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ മോഡ്യൂൾസ് എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം, ഈ ഫംഗ്ഷൻ്റെ അകത്തും കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മോഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്ത് വേണം നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ഉള്ള പ്രോഗ്രാംസ്, സോഫ്റ്റ്വെയർസിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒക്കെ പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മോഡ്യൂളാക്കി ഡിവൈഡ് ചെയ്ത് വേണം പ്രോഗ്രാം എഴുതാൻ എന്നാണ് പറയുന്നത്. ഈ അപ്രോച്ചിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാം എല്ലാം കൂടെ ഒരു മെയിൻ ഫംഗ്ഷനിൽ തന്നെ എഴുതാൻ പാടില്ല, അതിനെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയിട്ട്, അതായത് ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേണം എഴുതാനായിട്ട്. അപ്പോൾ ആ ഒരു അപ്രോച്ചിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ C ലാംഗ്വേജും C++ ലാംഗ്വേജും അല്ല ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്, അല്ലെങ്കിൽ അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തിയറി എക്സാം ഉണ്ടെങ്കിൽ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഈസ് ദ പ്രോസസ് ഓഫ് സബ്ഡിവൈഡിംഗ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇൻറ്റു സെപ്പറേറ്റ് സബ് പ്രോഗ്രാംസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഓർഗനൈസിംഗ് എ ലാർജ് പ്രോഗ്രാം ഇൻറ്റു സ്മോൾ ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം സെഗ്മെന്റ്സ് കാൾഡ് മോഡ്യൂൾസ്. അതായത് ചെറിയ ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന മോഡ്യൂൾസ് എന്ന് പറഞ്ഞ മോഡ്യൂൾസ് അല്ലെങ്കിൽ പാക്കേജസ് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു രീതി, that are separately named and individually callable program units. അതായത് നമ്മൾ ഇവിടെ ഫംഗ്ഷൻസ് എന്ന സംഭവം ഈ ഒരു കാര്യമാണ്, സെപ്പറേറ്റ്ലി നെയിംഡ് ആൻഡ് ഇൻഡിവിജ്വലി കാളബിൾ പ്രോഗ്രാം യൂണിറ്റ്സ്. അതാണ് നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഫംഗ്ഷൻസ് എന്ന സംഭവം. ഇങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആക്കി അല്ലെങ്കിൽ മോഡ്യൂൾസ് ആക്കി വേണം എഴുതാൻ. ആ ഒരു അപ്രോച്ചിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. നമുക്ക് അതിന് മുന്നേ അഡ്വാൻറ്റേജസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ആണ്. കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ നിൽക്കേണ്ട, ബേസ് ആയിട്ട് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു ATMൻ്റെ ഇൻ്റർഫേസ്, അതായത് ATM എന്ന ആ മെഷീൻ വർക്ക് ചെയ്യാനുള്ള നമ്മൾ ടച്ച് സ്ക്രീനിൽ ഉപയോഗിക്കുന്ന ആ മെനു, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണം, അതായത് പ്രോഗ്രാം ചെയ്തെടുക്കണം. നമ്മുടെ ഈ ATMൻ്റെ ഓപ്പണിംഗ്
ഇൻ്റർഫേസ് ഓപ്പണിംഗ് മെനു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിൽ ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്യാഷ് മറ്റൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബിൽ പേയ്മെൻറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ അല്ലെങ്കിൽ കാർഡിൻ്റെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കാണും. ഇത് ഓരോന്നും സെപ്പറേറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് മോഡ്യൂൾസ് ആയിട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് പിന്നെ ആ ഫംഗ്ഷൻ്റെ അകത്തുള്ള ഈ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻ പ്രോഗ്രാമിൽ കാണും. ആ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം ക്യാഷ് വിഡ്രോവലിന് പകരം നമ്മളിപ്പോൾ കാർഡ് ഇൻസേർട്ട് ചെയ്ത് പിന്നെ എൻട്രി ചെയ്തിട്ട് ബാലൻസ് എൻക്വയറി എന്ന ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ ബാലൻസ് എൻക്വയറിക്ക് വേണ്ടിയുള്ള ആ ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യുന്നത്. അതായത് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബാലൻസ് എൻക്വയറിക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അതേസമയം വേറൊരു അക്കൗണ്ടിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഫംഗ്ഷൻ ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒറ്റ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തായിരിക്കത്തില്ല, എല്ലാം സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം മെയിൻ ഫംഗ്ഷൻ ആയിട്ട് ലിങ്ക് ചെയ്തേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ പറയാം, നമ്മളിപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ, ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ ഇൻപുട്ടായിട്ട് ചോദിക്കുന്ന എത്ര റുപ്പീസാണ് എടുക്കേണ്ടത്, വിഡ്രോ ചെയ്യേണ്ടത് എത്ര റുപ്പീസാണെന്ന് അത് ചോദിക്കും. നമ്മളത് കീപാഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം സേവിങ്സ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്ന് ചൂസ് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാം. അതേസമയം ട്രാൻസ്ഫർ എന്ന ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ അത് പിന്നെ ഇൻപുട്ടായിട്ട് ചോദിക്കുന്നത് ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ നമ്പരും ചിലപ്പോൾ ആ അക്കൗണ്ടിൻ്റെ മൊബൈൽ നമ്പരും ഒക്കെ ആയിരിക്കും പിന്നെ ഇൻപുട്ടായിട്ട് ചോദിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ഇൻപുട്സ് ആണ് നമ്മൾ ഓരോന്നിനും കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്ര റുപ്പീസ് എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വിഡ്രോ ചെയ്യാനായിട്ട് എത്ര റുപ്പീസ് എന്ന് എൻ്റർ ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതും എത്ര റുപ്പീസ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടിനും രണ്ട് വേരിയബിൾസ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഓരോന്നിനും ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം നിൽക്കുന്ന വേരിയബിൾസ് ആയിരിക്കും നിൽക്കുന്നത്. സപ്പോസ് ഇപ്പം ഈ ട്രാൻസ്ഫറിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് ഒരു സെറ്റ് ഓഫ് വേരിയബിൾസിലോട്ടായിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്. ആ വേരിയബിൾസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആയിരിക്കും. ആ ഇൻപുട്ട് ഉപയോഗിച്ച് വേറെ മോഡ്യൂൾസ് ചിലപ്പം വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിലോട്ട് കുറച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സമയത്ത് 10,000 റുപ്പീസാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്ക് അടിച്ചിട്ട് ക്യാഷ് വിഡ്രോവൽ എന്ന ഓപ്ഷൻ എടുക്കുന്നു. ക്യാഷ് വിഡ്രോവൽ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത അതേ ഇൻപുട്ട് വാല്യൂ ഉപയോഗിച്ച് സെയിം എമൗണ്ട് തന്നെ വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള അവസ്ഥ വരാൻ പാടില്ല. ഈ സമയത്ത് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് അത് വീണ്ടും ചോദിക്കണം എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന്. അതായത് വേറെ വേരിയബിൾസിലോട്ട് നമുക്ക് ഇൻപുട്ട് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത അതേ വേരിയബിൾസ് അല്ല ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ വേരിയബിൾസിൻ്റെ ക്ലാഷ് ഒഴിവാക്കാനായിട്ട് നമുക്കിങ്ങനെ സെപ്പറേറ്റ് മോഡ്യൂൾസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ സാധിക്കും. ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ റൺ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ എന്ന് പറയുന്ന അതിന് വേണ്ടിയുള്ള ഫംഗ്ഷൻ ആയിരിക്കും റൺ ചെയ്യേണ്ടത്. ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനുള്ള വേറെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ രണ്ട് ഫംഗ്ഷനും തമ്മിൽ ഡയറക്റ്റ് ലിങ്കേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ കാണത്തില്ല, ഇൻഡയറക്റ്റ്ലി ഉള്ള കണക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോന്നിനും ഓരോ പർപ്പസിന് അല്ലെങ്കിൽ ഓരോ ടാസ്കിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് സെപ്പറേറ്റ് മോഡ്യൂൾസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പ്രോഗ്രാമിൽ എഴുതാനാകും. ഇങ്ങനെ എഴുതുന്നതാണ് ശരിയായ രീതി എന്നാണ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ 5-6 അഡ്വാൻറ്റേജസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യം ഡെവലപ്മെന്റ് ക്യാൻ ബി ഡിവൈഡഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ നമുക്ക് കേസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇത് നമുക്ക് ഇപ്പം ഓരോന്നിനും സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഇത് ഓരോന്നും ഓരോ പ്രോഗ്രാമർക്കായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഒരാളടുത്ത് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ആ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതെല്ലാം കൂടെ റെഡിയാക്കാനായിട്ട് പറയാം. വേറൊരാൾക്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള പ്രോഗ്രാംസ് ലൈൻസ് ഓഫ് കോഡ്സ് എഴുതാനായിട്ട് പറയാനൊക്കും. ബാലൻസ് എൻക്വയറി എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ റൺ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ആ വർക്ക് വേറൊരു പ്രോഗ്രാമർക്ക് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും വേറൊരു പ്രോഗ്രാമർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാനൊക്കും. അങ്ങനെ വർക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാര്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനൊക്കും ഓരോ ആൾക്കാർക്ക്. അതാണ് ഡെവലപ്മെന്റ് ക്യാൻ ബി ഡിവൈഡഡ്. ഇപ്പോൾ ഈ ഒരു ATMന്റെ കേസ് തന്നെ പറയാം. ഇതൊരു മേ ബി ഒരു 20-30 പ്രോഗ്രാമേഴ്സ് ചേർന്നായിരിക്കും ഈ ഒരു ഇന്റർഫേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു 20-30 പ്രോഗ്രാമേഴ്സ് ഒരുമിച്ചിരുന്നല്ല അവർ ചെയ്യുന്നത്, അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓരോരുത്തർക്കും ഓരോ മോഡ്യൂളായിട്ട് ഉണ്ടാക്കാനായിട്ട് കൊടുക്കും. മേ ബി 1 or 2 വീക്സ് ടൈമും കൊടുക്കും. ആ സമയം കൊണ്ട് അവർ ആ മോഡ്യൂൾസ് ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് മെയിൻ ഫംഗ്ഷനുമായിട്ട് ലിങ്ക് ചെയ്യുക എന്ന പ്രോസസ്സ് മാത്രമേ പിന്നെ വരുന്നുള്ളൂ.
അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ വർക്ക്. പിന്നെ റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇപ്പം SBIക്ക് വേണ്ടിയുള്ള ഒരു ATMന്റെ ഇന്റർഫേസ് ഉണ്ടാക്കിയ കമ്പനി അവർക്ക് ICICI ബാങ്കിന്റെ ATM അതിന്റെ ഇന്റർഫേസ് ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് കിട്ടി. അവർക്ക് വേണമെങ്കിൽ ഇതിലുള്ള സെയിം മോഡ്യൂൾസ് തന്നെ റീയൂസ് ചെയ്യാനൊക്കെ. SBIക്ക് വേണ്ടി ഉണ്ടാക്കിയ മോഡ്യൂൾസിനെ തന്നെ ICICI ബാങ്കിന്റെ ATMന്റെ ഇന്റർഫേസ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് റീയൂസ് ചെയ്യാനൊക്കെ. ആ പർട്ടിക്കുലർ മോഡ്യൂൾസ് ഏത് മോഡ്യൂൾസ് ആണോ വേണ്ടത് ആ മോഡ്യൂൾസിനെ മാത്രം കോപ്പി ചെയ്ത് അത് മറ്റ് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു മോഡുലാർ പ്രോഗ്രാമിങ്ങിനുണ്ട്. ആവശ്യമുള്ള മോഡ്യൂൾസ് ഏതാണെന്ന് വെച്ചാൽ അതിനെ മാത്രം എടുത്ത് നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ. പിന്നെ നമുക്ക് പ്രോഗ്രാം കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഏതെങ്കിലും ഒരു പോർഷൻ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാനും പറ്റും. ഇപ്പം ബാലൻസ് എൻക്വയറി അല്ലെങ്കിൽ ഈ ബില്ല് പേയ്മെന്റിന്റെ അകത്ത് പുതിയ എന്തെങ്കിലും കുറച്ചും കൂടെ സർവീസസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബില്ല് പേയ്മെന്റ് എന്ന് പറയുന്ന അതിന്റെ അകത്ത് മാത്രം മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. ഈ ഒരു ഫംഗ്ഷന്റെ അകത്ത് മാത്രം മോഡിഫിക്കേഷൻ എന്ന് വരുത്തിയാൽ മതി. ബാക്കി എല്ലാ മോഡ്യൂൾസും അൺടച്ച്ഡ് ആയിരിക്കും. ബാക്കിയുള്ള മോഡ്യൂൾസ് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ബിൽ പേയ്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് മാത്രം ചേഞ്ചസ് വരുത്തിയാൽ മതി പുതിയതായിട്ട് എന്തെങ്കിലും സർവീസ് ആഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാനും സാധിക്കും. പിന്നെ ഈസി ആയിട്ട് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഏത് മോഡ്യൂളാണ് എറർ ഉള്ളത് എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനൊക്കും. മറ്റേതാണെങ്കിൽ മെയിൻ ഫംഗ്ഷനിൽ മൊത്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എറർ. നമുക്ക് ഏത് പോർഷനിലാണ് എറർ എന്ന് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അതേസമയം ഇങ്ങനെ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ഓരോ മോഡ്യൂളിലും ഏത് പോർഷനിലാണ് മിസ്റ്റേക്ക് ആ മോഡ്യൂൾ സെപ്പറേറ്റ് ആയിട്ട് റൺ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതിന് ഇൻപുട്ട് വാല്യൂസ് കൊടുത്ത് ആ മോഡ്യൂളിനെ മാത്രമായിട്ട് നമുക്ക് ടെസ്റ്റിംഗ് ഫേസിൽ റൺ ചെയ്ത് നോക്കാനൊക്കും. അപ്പം അങ്ങനെ ഈസി ആയിട്ട് എറേഴ്സ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കും. പിന്നെ കൊലാബറേറ്റ് ചെയ്യാനൊക്കും. മറ്റുള്ള സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ഇവിടെ തന്നെ ബിൽ പേയ്മെന്റ്സിനുള്ള ഈ മോഡ്യൂൾ ഡെവലപ്പ് ചെയ്ത ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിന് തന്നെ അവർക്ക് വേണമെങ്കിൽ വേറെ പ്രോഗ്രാം ഉണ്ടാക്കാൻ സമയത്ത് ഇതിലുള്ള കോഡ്സ് തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത അതേ പ്രോഗ്രാമേഴ്സിന് തന്നെ നമുക്ക് അലോട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം ATM ഉണ്ടാക്കുന്നതിന് പകരം ഇപ്പോൾ ഏതെങ്കിലും ബാങ്കിങ് ആപ്സ് UPI ബാങ്കിങ് ആപ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ ബിൽ പേയ്മെന്റ് എന്ന സെക്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ATMന്റെ ബിൽ പേയ്മെന്റ് ഡെവലപ്പ് ചെയ്ത അതേ ആൾക്കാരെ തന്നെ നമുക്ക് അലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല പ്രോഗ്രാമേഴ്സിനെ കൊളാബറേറ്റ് മറ്റുള്ള സോഫ്റ്റ്വെയർസുമായിട്ട് ഡെവലപ്മെന്റിന് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. വർക്ക് അലോട്ട് ചെയ്ത വർക്കിനെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. ഏത് മോഡ്യൂളാണ് ഇനി പ്രോഗ്രാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, ഓരോ മോഡ്യൂളിന് എത്ര ദിവസം അലോട്ട് ചെയ്യണം എന്ന് ഈസി ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്യാൻ. ഇപ്പോൾ ബാലൻസ് എൻക്വയറി എന്ന അത് സെക്ഷൻ മോഡ്യൂൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം മതിയായിരിക്കും. എന്നാൽ അതേസമയം ബിൽ പേയ്മെന്റ്സ് എന്ന സെക്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന അപ്രോച്ചിന്, ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനുണ്ട്. ഈ കൺസെപ്റ്റിന്റെ അകത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ C ലാംഗ്വേജും C++ എന്ന ലാംഗ്വേജസും എല്ലാം ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ചിനെ ഫോളോ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമ്മുടെ പ്രോഗ്രാമിനെ ചെറിയ മോഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്ത്, അതായത് ചെറിയ ഫങ്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് ചെറിയ പാക്കറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും അതിനെ പ്രോഗ്രാം എഴുതി ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടത്. ഈ ഒരു സംഭവത്തിനാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.